നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം എല്ലാവർക്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം? ശരിക്കും അൾട്ടിമേറ്റ് സെൻസ് ഓഫ് ലൈഫ് എന്താണ് അറിയില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ദൈവം എന്താണെന്ന് അറിയില്ല, അത് മറ്റൊരു കാര്യം. ദൈവം എന്താണെന്ന് നമുക്കറിയാൻ താല്പര്യമില്ല. അതിനെ കൂടുതൽ കൂടുതൽ നിഗൂഢമാക്കാനാണ് നമുക്ക് താല്പര്യം. ഹിമാലയത്തെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാനാണ് നമുക്ക് താല്പര്യം. ഉള്ളതിനെ കുറിച്ച് അറിയാനല്ല താല്പര്യം. ഹിമാലയത്തിന്റെ സയൻസ് അറിയാനല്ല നമുക്ക് താല്പര്യം. ഇല്ലാത്ത കഥകളെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കാനാണ് നമുക്ക് താല്പര്യം. ഭാരതം അഭിമാനിക്കുന്നത് എന്തിലാണ്? വേദത്തിലാണ്, അല്ലാതെ അസത്യത്തിലല്ല, നുണകളിലല്ല. ഒന്നിൻ്റെയും യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുവാൻ ഇഷ്ടമല്ല. നമ്മളുടെ ഇന്നത്തെ ആത്മീയ ആചാര്യന്മാരോട്, നമ്മളുടെ മാസ്റ്റേഴ്സിനോട് ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി ചോദിക്കുകയാണ് വാട്ട് ഈസ് എസൻസ് ഓഫ് റിയാലിറ്റി എന്ന് ചോദിച്ചാൽ, റിയാലിറ്റിയുമായിട്ടും ലൈഫുമായിട്ടും ലവുമായിട്ടും ഈ എർത്തുമായിട്ടും ഒന്നും ബന്ധമില്ലാതെ നമ്മളെ എയറിൽ കയറ്റുന്ന രീതിയിലായിരിക്കും അവരുടെ ഉത്തരം. ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആത്മീയ ആചാര്യന്മാരായാലും ഏത് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചാലും അതിനകത്ത് റിയാലിറ്റി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അതിനകത്തൊരു സത്യവും ഉണ്ടാവില്ല, സയൻസും ഉണ്ടാവില്ല. പിന്നെ എന്താണ് ആകെ ഉണ്ടാകുന്നത്? കുറച്ച് നിഗൂഢതകൾ മാത്രമാണ് ഉണ്ടാവുക. സാധാരണ ജനങ്ങൾക്ക് ചിന്തിച്ചാൽ ഒരു അന്തവും കുന്തവും കിട്ടാത്ത രീതിയിലുള്ള ഉത്തരമായിരിക്കും അവിടുന്ന് വരിക. ദൈവത്തിന്റെ പേരിൽ നുണ പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ആത്മീയത. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അറിവെന്നാണ് അർത്ഥം. എങ്ങനെയുള്ള അറിവാണ് ആത്മീയത? സ്നേഹത്തെ ജനിപ്പിക്കുന്ന അറിവാണ് ആത്മീയത. സർവ്വജീവനെയും സംരക്ഷിക്കുന്ന അറിവാണ് ആത്മീയത. പരമസത്യത്തെ ധരിക്കലാണ് ആത്മീയത. സർവ്വജീവലോകത്തിന്റെയും ദുഃഖത്തെ മായ്ക്കുന്ന, സന്തോഷത്തെ ഏകുന്ന, സമാധാനത്തെ ഏകുന്ന അറിവാണ് ആത്മീയത. അതാണ് ആത്മീയത. ഈ പ്രപഞ്ചത്തെ വളരെ സിമ്പിളായിട്ട് പരിചയപ്പെടലാണ് ആത്മീയത. യഥാർത്ഥ ജീവനിലേക്ക്, ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്, വെളിച്ചം പകരുന്നതാണ്. അൾട്ടിമേറ്റ് മീനിങ് ഓഫ് ലൈഫ് എന്താണെന്ന് നമ്മൾ കൊച്ചു കുട്ടികളോടും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാവണം. അത്തരത്തിലുള്ളതാവണം ആത്മീയത. നുണകളുടെ വാചക കസർത്താകരുത് ആത്മീയത. ഇന്ന് ആത്മീയത സഞ്ചരിക്കുന്നത് വലിയൊരു അപകടത്തിലേക്കാണ്. നമ്മൾ ഇന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മുജ്ജന്മമുണ്ട്, പുനർജന്മമുണ്ടെന്നാണ്. നമ്മളുടെ അച്ഛനമ്മമാരാണ് നമ്മളുടെ മുജ്ജന്മം. ആ അച്ഛനമ്മമാരുടെ പുനർജന്മമാണ് നമ്മൾ. അച്ഛനാണ് ജീവന് കാരണം. പക്ഷെ അമ്മ എന്താണ്? അമ്മ മറ്റു മാതൃകകളൊന്നുമില്ലാത്ത അത്രയും വലിയ മാതൃകാ മാതാവാണ്. അമ്മയുടെ സ്വപ്നമാണ്, ജീവനാണ്, ശരീരമാണ്. അമ്മ തന്നെയാണ് ആ ജീവനായി പുനർജനിക്കുന്നത്. അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് പുതുജീവൻ ജനിക്കുന്നത്. നമ്മളുടെ മുജ്ജന്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അമ്മയും അച്ഛനുമാണ്. നമ്മളുടെ പുനർജന്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കളാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളുടെ മാസ്റ്റേഴ്സ് ഈ കുഞ്ഞു തലമുറയെ വഴിതെറ്റിക്കുകയാണ്. കണ്ണുമടച്ച് മൂക്കിന്റെ തുമ്പിലേക്ക് നോക്കിയിരുന്നാൽ ഒരു മുജ്ജന്മത്തെയും കാണാൻ പറ്റില്ല, ഒരു പുനർജന്മത്തെയും കാണാൻ പറ്റില്ല. റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും കഴിയണം. ഒരു കുഞ്ഞ് ചെടി നട്ടാൽ അത് പുനർജനിക്കുന്നത് അതിന്റെ വിത്തിൽ നിന്നാണ്, അല്ലേ? അതല്ലാതെ ആ ഒരു കുഞ്ഞു പുല്ല് അടുത്ത ജന്മത്തിൽ ആലായിട്ട് കിളിക്കുമോ? ഇല്ല, അല്ലേ? തെങ്ങൊരിക്കലും കവുങ്ങായിട്ട് പുനർജനിക്കുമോ? ജനിക്കാൻ പറ്റുമോ? ഇതുപോലെ തന്നെയുള്ള സിലബസാണ്. ഒരു പട്ടിക്കുട്ടിക്ക് പോലും അറിയാം എന്ത്? അതിന്റെ മുജ്ജന്മം ഏതാണെന്ന്, അതിന്റെ പുനർജന്മം എന്താണെന്ന്. നമ്മൾ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും പുനർജനിച്ചതാണ്. അതുപോലെ തന്നെ മക്കൾ ജനിക്കുന്നത് ഒരു മന്ത്രവാദിയുടെയും ഒരു അന്ധവിശ്വാസികളുടെയും പുനർജന്മ സിദ്ധാന്തത്തിൽ നിന്നിട്ടല്ല. നമ്മളുടെ അമ്മയുടെയും അച്ഛന്റെയും ആത്മസമ്പാദ്യത്തിൽ നിന്നിട്ടാണ് പുത്രൻ, ആത്മജനൊക്കെ ജനിക്കുന്നത്. അല്ലാതെ എന്റെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളോ ഒന്നും പുനർജനിച്ചിരിക്കുന്നത് മറ്റേതെങ്കിലും പുനർജന്മവാദിയുടെ സിദ്ധാന്തത്തിന്റെ ഫലമായിട്ടല്ല. അപ്പോ അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷൻ അല്ല, സൂപ്പർവിഷനിലൂടെയാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ആത്മാവിനെ കാണാൻ പറ്റില്ല. ഇലക്ട്രോണിനെ കാണാൻ കഴിയുന്നവന് മാത്രമാണ് ആത്മാവിനെ കാണാൻ കഴിയുക. ആത്മശക്തിയെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. എന്റെ അറിവിനെ നിങ്ങൾക്ക് പകരുവാൻ പറ്റും. എന്റെ ആത്മാവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റില്ല. എന്റെ മനസ്സിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റും. എന്റെ ആത്മാവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റും? ഇല്ല. എന്റെ ആത്മശക്തിക്ക്, എന്റെ അറിവുകൾക്ക് കൂടുവിട്ട് കൂടുമാറാൻ പറ്റും. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിന്റെ വൈഭവമുള്ള എനർജിയാണ് ആത്മാവ്. അത് കാരണഗണം എന്ന് പറയും. നമ്മളുടെ ജീവന് കാരണമായിരിക്കുന്ന, നമ്മളുടെ ശരീരത്തിന് കാരണമായിരിക്കുന്ന ഗണമാണ് നമ്മളുടെ ആത്മശക്തിക്ക് കാരണമായിരിക്കുന്ന വൈഭവം, നമ്മളുടെ അറിവിന് കാരണമായിരിക്കുന്ന വൈഭവം.
നമ്മളുടെ അറിവിനെ കൂടുവിട്ട് കൂടുമാറുവാൻ പറ്റും. ഒരു ടീച്ചർക്ക് കുട്ടികളിലേക്ക് അറിവിനെ പകരുവാൻ പറ്റും. നിങ്ങളുടെ അറിവിനെ തിരിച്ചും പകരുവാൻ പറ്റും. അറിവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റും. നമ്മൾ മരിച്ചാലും നമ്മളുടെ അറിവുകൾ ആത്മശക്തി നശിക്കുന്നില്ല എന്ന് പറയുന്നത് അവിടെയാണ്. നമ്മൾ മരിച്ചാലും എന്ത് നശിക്കുന്നില്ല? നമ്മളുടെ ആത്മശക്തി പകർന്നിട്ടുണ്ടെങ്കിൽ മരിക്കുന്നില്ല. അതാണ് ആത്മാവ് നശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആത്മശക്തിയാണ് നശിക്കാതിരിക്കുന്നത്. നമുക്ക് ആത്മവൈഭവം ഉണ്ടായിരുന്നു, നമുക്ക് അറിവുണ്ടായിരുന്നുവെങ്കിൽ ആ ആത്മാവിന്റെ വൈഭവം, ആ ആത്മശക്തി നശിക്കുകയില്ല. അത് ശിഷ്യന്മാരിലേക്കും മക്കളിലേക്കും ഭാര്യയിലേക്കും ഭർത്താവിലേക്കും എല്ലാം പകർന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ വ്യക്തി മരിച്ചാലും എന്ത് സംഭവിക്കില്ല? ആത്മശക്തിക്ക്, അദ്ദേഹത്തിന്റെ ആത്മവൈഭവത്തിന് കോട്ടം സംഭവിക്കുന്നില്ല. അത് അദ്ദേഹം വരും തലമുറകളിലേക്ക് പകർന്നിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഇതാണ് ആത്മാവിന് മരണമില്ല എന്ന് പറയുന്നത്. ഇതിനൊക്കെ തെറ്റായിട്ടാണ് നമ്മുടെ ഇവിടെയുള്ളവർ വ്യാഖ്യാനിക്കുന്നത്. ആത്മാവിനെ ആവാഹിക്കാൻ നടക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. ഇത്തരത്തിലുള്ള നുണകൾ എത്ര ധൈര്യസമേതമാണ് ആളുകൾ പറയുന്നത്, ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്. ദൈവത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എത്ര സമർത്ഥമായിട്ടാണ് ഈ ആത്മാക്കളോട് സംസാരിക്കുന്നതും ആത്മാക്കളെ ആവാഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പറഞ്ഞ് ബോധിപ്പിക്കുന്നത്, നമ്മളെ പറഞ്ഞ് തെറ്റിക്കുന്നത്, അല്ലേ? നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നത്. മക്കള് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരണം. ഇതുപോലെ തന്നെയാണ് സ്വർഗവും നരകവും. ഏതാണ് സ്വർഗവും നരകവും? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സ്വർഗവും നരകവും ഏതാണെന്ന് ചോദിച്ചാൽ, മരണശേഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന സ്വർഗവും നരകവും എവിടെയാണ്? മരണപ്പെട്ടവർ, നമുക്കറിയാവുന്ന മരണപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മളുടെ മനസ്സുകളിലാണ്. മറ്റെവിടെയെങ്കിലും അവർക്ക് സ്ഥാനമുണ്ടോ? ഉണ്ടോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് അറിയാവുന്നവരുടെ മനസ്സുകളിൽ നമ്മൾ ജീവിച്ചിരിക്കും. നമ്മൾ നന്മയാണ് ചെയ്തതെങ്കിലോ ഒരുപാട് നാൾ ആ സ്വർഗീയതയിൽ നമ്മൾ ജീവിക്കും. തിന്മ ചെയ്തിട്ടാണ്, നമ്മളുടെ സ്വന്തം നാടിന് തിന്മ ചെയ്തിട്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിലോ നമ്മളെ അവർ ഓർക്കുമ്പോൾ വിമർശിച്ചു കൊണ്ടിരിക്കും. ഓർക്കുന്നവര് നമ്മളെ വിമർശിച്ചു കൊണ്ടിരിക്കും. നമ്മളെ വറചട്ടിയിലിട്ട് എരുതിയിലിട്ട് വറുത്തുകൊണ്ടിരിക്കും. അതാണ് നരകം. അതെവിടെയാണ് നരകമുള്ളത്? നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സുകളിൽ മാത്രമാണ് മരിച്ചുപോയവരുടെ സ്ഥാനം. നമ്മൾ ചെയ്യുന്ന നന്മയുടെയും തിന്മയുടെയും അളവുകളിൽ അത് മീളുന്നതുമാണ്. നന്മയായാലും തിന്മയായാലും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിലാണ് നമ്മൾ ജീവിച്ച് മരിച്ചതെങ്കിൽ ആ നരകത്തിലെ ജീവിതവും സ്വർഗത്തിലെ ജീവിതവും മീളും. ചരിത്രത്തിൽ ഇടം പിടിച്ചാൽ ഒരിക്കലും മായാതെ അമരത്വം ചാർത്തിത്തരും. അതാണ് ഈ പ്രജാലോകം, അതാണ് പരലോകം, ഈ പൗരലോകം. ഈ പൗരലോകം ഉള്ള കാലം എവിടെ ഉണ്ടാവും? സ്വർഗവും നരകവും ഇവിടെ തന്നെ ഉണ്ടാവും. ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് ആ മനസ്സുകളിൽ നമുക്ക് ഇടമുണ്ടാവും. അവർ നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത്. ഇതിനെയൊക്കെയാണ് നമ്മുടെ ആചാര്യന്മാരെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് നമ്മളുടെ തലമുറയെ തന്നെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളില്ലേ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിന്റെ റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. സൂപ്പർ സ്റ്റിഷനിൽ നിന്നും സൂപ്പർ റിയാലിറ്റിയിലേക്ക്, സൂപ്പർ വിഷനിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്.